കേരളത്തിന്റെ, പ്രത്യേകിച്ചും പഴയ തിരുവിതാംകൂറിന്റെ ചരിത്രത്തിലും ഐതിഹ്യങ്ങളിലും ഈ പേര് കേൾക്കാത്തവർ ചുരുക്കമായിരിക്കും. കേട്ടറിവുള്ള കഥകളിൽ അവൾ രക്തദാഹിയായ ഒരു യക്ഷിയാണ്. അർദ്ധരാത്രികളിൽ ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്ന പുരുഷന്മാരെ മോഹിപ്പിച്ചു കൊണ്ടുപോയി രക്തമൂറ്റി കുടിക്കുന്ന ഭീകരസത്വം. സൗന്ദര്യത്തിന്റെ ആൾ രൂപമായി മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് ആരെയും വീഴ്ത്തുന്ന പുഞ്ചിരി കൊണ്ട് വശീകരിച്ച് വിജനമായ ഇടങ്ങളിൽ വെച്ച് തൻ്റെ യഥാർത്ഥ രൂപം കാട്ടി ഇല്ലാതാക്കുന്നവൾ. നൂറ്റാണ്ടുകളായി അമ്മമാർ നമ്മുടെ കുഞ്ഞുങ്ങളെ ഭയപ്പെടുത്തി ഉറക്കിയിരുന്നത് ഒരുപക്ഷെ ഈ പേരു പറഞ്ഞായിരിക്കാം. എന്നാൽ ഏതൊരു ഐതിഹ്യത്തിനും പിന്നിൽ ഭാവനയുടെയും ഭയത്തിന്റെയും നിറം പിടിപ്പിച്ച കഥകൾക്കപ്പുറം ഒരുപക്ഷെ കണ്ണുനീരിന്റെ നനവുള്ള ഒരു ഭൂതകാലമുണ്ടാകാം. നീലിയുടെ കഥയ്ക്കും അങ്ങനെ ഒരു ഇരുണ്ട ഭൂതകാലമുണ്ട്. അവളൊരു യക്ഷിയായി മാറുന്നതിനു മുൻപ് സ്നേഹിക്കുകയും സ്നേഹിക്കപ്പെടുകയും ചെയ്ത ഒരു സാധാരണ പെൺകുട്ടിയായിരുന്നു. ഒരു ഐതിഹ്യത്തിന്റെ വേരുകൾ തേടിയുള്ള യാത്ര. മുത്തശ്ശി, കഥ പറഞ്ഞു തരൂ. എത്ര നേരായി ഞാൻ പറയുന്നു. നിന്റെ കഥയാ നിന്റെ കുട്ടിക്ക് കേൾക്കേണ്ടത്. നീലിയുടെ കഥ. നീലിയോ? അതേ മുത്തശ്ശി, കല്യക്കാട്ട് നീലിയുടെ. മുത്തശ്ശി, പഴയന്നൂർ ഗ്രാമത്തിലെ മഹാദേവ ക്ഷേത്രം ഒരു പ്രത്യേക ലോകമാണ്. പുലർച്ചെ 4 മണിക്ക് പള്ളി ഉണർത്തലിന്റെ ശബ്ദം മുടങ്ങുന്നതോടുകൂടി ആ ലോകം ഉണരും. കൽവിളക്കുകളിൽ എണ്ണയുടെയും കർപ്പൂരത്തിന്റെയും ഗന്ധം ഇടകലർന്ന് അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കും. മഹാദേവ ക്ഷേത്രത്തിലെ ദേവദാസിയാണ് കാവേരി. സുന്ദരിയായ കാവേണിക്ക് അതിസുന്ദരിയായ ഒരു മകളുണ്ടായിരുന്നു, അല്ലി.
മുട്ടോളമെത്തുന്ന മുടിയും വിടർന്ന കണ്ണുകളും ആരെയും മോഹിപ്പിക്കുന്ന വശ്യ സൗന്ദര്യം. അന്നാട്ടിലെ വൃദ്ധന്മാരെയും ചെറുപ്പക്കാരെയും ഒരുപോലെ മോഹിപ്പിച്ചിരുന്നു. എന്നാൽ മഹാദേവ ക്ഷേത്രത്തിലെ പൂജാരിയായ നമ്പിയായിരുന്നു അന്യെ മോഹിപ്പിച്ച പുരുഷൻ. നമ്പിയുമായി അന്നി പ്രണയത്തിലുമായി. നമ്പി പല സ്ത്രീകളിൽ ഒരുവളായിട്ടായിരുന്നു അല്ലിയെ കണ്ടത്. ദുർനടപ്പുകാരനും പരസ്ത്രീ തൽപരനുമായ നമ്പി അല്ലിയുടെ സ്നേഹത്തെക്കാൾ അല്ലിയുടെ സമ്പത്തായിരുന്നു മോഹിച്ചത്. ഒരിക്കൽ നമ്പിയുടെ പരസ്ത്രീ ബന്ധം കണ്ണാൽ കാണുന്ന കാർവേണി നമ്പിയുമായി തർക്കത്തിലായി. നീ അല്ലിയെ ചതിക്കുകയായിരുന്നു അല്ലേ? നിന്നെ മാത്രം വിശ്വസിച്ച് ജീവിച്ച അല്ലിയെ കുറിച്ച് ഒരു നിമിഷമെങ്കിലും നീ ആലോചിച്ചോ? അല്ലി എന്റെ സഹധർമ്മിണിയാണ് എന്ന് കരുതി എന്റെ സന്തോഷത്തിന്റെ അവസാനമാക്കൊന്നുമല്ല. ശിവഭഗവാന് പൂജാബലരായി എത്തുന്നത് കൂവളം മാത്രമല്ലല്ലോ. നമ്പി ഒച്ചയെടുക്കണ്ട, കൂവളം പ്രിയപ്പെട്ടത് തന്നെ. നീ അതിര് കിടക്കുന്നു. അല്ലി എന്റെ മകളാണ്. അല്ലി എന്റെ ഭാര്യയുമാണ്. നിന്റെ ചതി ഞാൻ അല്ലി അറിയിക്കും. ഞങ്ങളുടെ മാംഗല്യത്തിൽ എതിർപ്പ് പ്രകടിപ്പിച്ച ഒരേ ഒരു വ്യക്തി ആരാണെന്ന കാര്യം അല്ലിക്ക് അറിയാമെന്നിരിക്കെ അല്ലി നിങ്ങൾ പറയുന്നത് വിശ്വസിക്കുന്നു. ദുർനടപ്പുകാരനും പരസ്ത്രീ തൽപരനുമായ നീ ഈ നിമിഷം എന്റെ ഗൃഹത്തിൽ നിന്നും ഇറങ്ങണം.
നമ്പി. അമ്മേ, മതിയാക്കൂ. ഇതുവരെയും ഞാനെല്ലാം കേട്ടുവെന്നവളാണ്. എന്നാൽ ഇനി എന്റെ നമ്പിയെ കുറിച്ച് ഒരു വാക്ക് മോശമായി ഉരിയാടരുത്. ഈ നിമിഷം ഞങ്ങൾ ഇവിടെ നിന്നും ഇറങ്ങുകയാണ്. അല്ലി, നിന്റെ നല്ലതിനല്ലാത്ത ഒന്നും. വിവാഹം കഴിഞ്ഞൊരുവൾ ജീവിക്കേണ്ടത് അവളുടെ പതിക്കൊപ്പമാണ്. ഞാനും അതനുസരിക്കുന്നു. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ എന്റെ എത്ര നാളത്തെ ആഗ്രഹമാണ് ഈ പെണ്ണ്. ഒന്നുകൊണ്ട് മൂടിയാലും വിലമതിക്കാനാവാത്ത സ്വത്ത്. ചാത്തത്തിരി, സൂക്ഷിച്ച് സംസാരിക്കണം. എന്റെ വേളിയാണിത്. അമ്മി, നീ ഭാഗ്യവാൻ തന്നെ. ബലപ്രയോഗമൊന്നുമില്ലാതെ തന്നെ എന്റെ കിടപ്പറയിലെത്തിയ അമൂല്യനിധി എത്ര തവണ ആഗ്രഹിച്ചിരിക്കുന്നു. ഇവളോടൊപ്പമുള്ള രാത്രികൾ, ഉടലും ഉയരും ഉണരുന്ന രാത്രി. ശാന്തത്തിരി, ഞാൻ പറഞ്ഞ വാക്ക് പാലിച്ചിരിക്കുന്നു. ആഗ്രഹ സഫലീകരണത്തിന് ഈ രാത്രി സമ്മാനം. ഉടലും ഉയരും ഉണരുന്ന രാത്രി. മരണത്തിന് ശേഷം വർഷങ്ങൾ വേണ്ട. അന്യായം എത്ര വലിയതും അതിന്റെ പ്രതികാരവും അത്ര വേഗം തന്നെ ജനിക്കും. അല്ലിയുടെ കണ്ണുനീർ ഉണങ്ങും മുൻപേ നീലി ജനിച്ചു. അല്ലിയുടെ കഥയുടെ തുടർച്ചയാണ് നീലി. രാജൻ, പ്രശ്നവെപ്പിൽ കണ്ട കാര്യങ്ങൾ പറയാതിരിക്കാൻ വയ്യ. രാജ്യത്തിലുടനീളം കൊടും വരൾച്ചയും ദുർനിമിത്തങ്ങളുമാണ്. മാത്രമല്ല, കന്നുകാലികളെ രാത്രിയിൽ നഷ്ടപ്പെടുന്നു. വെളുപ്പിന് പഞ്ചവൻ ദേശത്തിനപ്പുറം ചത്തുമലച്ച രീതിയിൽ കാണപ്പെടുന്നു. പ്രശ്നത്തിൽ കണ്ട പ്രതിവിധി എന്താണ്? പ്രജകളുടെ സൗഖ്യത്തിനു വേണ്ടി എന്തും ചെയ്യാൻ നാം തയ്യാറാണ്. അങ്ങ് ക്ഷമിക്കണം, പറയാതിരിക്കാൻ നിർവാഹമില്ലാതായി. രാജൻ, നീലനും നീലിയും. പറയൂ, എന്താണെങ്കിൽ? നീലനും നീലിയുമാണ് ഈ രാജ്യത്തിന്റെ ദുശഗ്രങ്ങൾ. കാലങ്ങളേറെ കാത്തിരുന്നു ചോഴൻ, കിട്ടിയ കൺമണി
രസനെയും നീലിയെയും ചോള രാജ്യത്ത് നിന്നും നാട് കടത്തണം. ജനസൗഖ്യത്തിനും രാജനന്മയ്ക്കുമായി ഏറ്റവും അടുത്ത നിമിഷത്തിൽ തന്നെ നീലനെയും നീലിയെയും പഞ്ചവൻകാട്ടിൽ ഉപേക്ഷിക്കാൻ രാജകൽപ്പന. ഇന്നാട്ടിൽ ഈ നേരത്ത് ആരും ഈ വഴിയെ കാൽനട യാത്ര പറ്റില്ല. എന്താണ് നമ്പി, പേടി തോന്നുന്നുണ്ടോ? പേടി എന്തിനാ? ഞാൻ കൂടെ ഇല്ലേ? ആരാത്? അങ്ങ് എന്നെ മറന്നെന്നോ? ആരാണ്? ആരായാലും പുറത്തു വരും. നേർക്കു നേർ കണ്ട് സംസാരിക്കാൻ. ഈ തണുപ്പുള്ള രാത്രി. അങ്ങല്ലേ ഇത്രയും നാൾ എന്റെ കൺമുന്നിൽ നിന്നും മറഞ്ഞിരുന്നത്? ഇത്ര സുന്ദരമായ ശബ്ദത്തിനുടമയും അത്ര സുന്ദരിയായിരിക്കണം. ഉടലും ഉയരും ഉണരുന്ന രാത്രി. നാട്ടുപഴകന്ത പാട്ടുതുടരെ
നിശബ്ദമായി നിന്നു. രാത്രി മുഴുവൻ കള്ളിയങ്കാട് ഇരുട്ടിൽ മുങ്ങി. അല്ലി വഞ്ചനയിൽ മരിച്ചൊരു സ്ത്രീ അല്ല ഇനി, പ്രതികാരമായി പിറന്ന ഒരാത്മാവ്. വിശ്വാസം ചതിച്ചവന്റെ വിധി ഇതാണ്. അവളുടെ ശബ്ദം രാത്രിയെ ചീന്തി. നമ്പിയുടെ അവസാന നിലവിളി കാടിന്റെ ആഴങ്ങളിൽ ലയിച്ചു. അവളുടെ കണ്ണുകളിൽ ജ്വലിച്ചിരുന്ന തീ മന്ദമായി ശാന്തിയായി മാറി. പ്രതികാരം പൂർത്തിയായി. വഞ്ചനയുടെ അധ്യായം അടഞ്ഞു. പക്ഷേ കള്ളിയങ്കാട്ടിലെ കാറ്റ് ഇന്നും ചൂണ്ടിക്കാട്ടുന്നു. അനീതിയാൽ വീണ ഒരു ഹൃദയം ഒരിക്കൽ ഉയർന്നാൽ അതിനെ ആർക്കും തടയാൻ കഴിയില്ല. ഇവിടെ കഥ അവസാനിക്കുന്നു. പക്ഷേ നീതി എന്ന പേര് ഇന്നും ഒരു മുന്നറിയിപ്പ് പോലെ ജീവിക്കുന്നു.